ഇന്നലെ ഫൈനൽ നടക്കണോണ്ട് ഞങ്ങൾ അനിയൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അങ്ങനെ ഇതാ സച്ചൊരിച്ചൊക്കെ ഇവിടെ ഒരുങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാതിലൊക്കെ പൂട്ടി കണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങനെ ഇറങ്ങാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അതൊരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ തട്ടുകടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. പിന്നെ ഇതാ നമ്മൾ കളി കാണുമ്പോൾ നമുക്ക് തിന്നാൻ ഇതാ കടലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ ഉമ്മാനെ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ടോ. അപ്പോൾ ഉമ്മാനെ ബെഡ്മത്തെ കവറൊന്നും ഒരുങ്ങാണ്ട് അതൊന്ന് വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ വിരിച്ചു കൊടുത്തിട്ടോ. പിന്നെ ഇതാ നേരെ അനിയൻ്റെ വീട്ടിൽ പോയപ്പോൾ പിന്നെ ചെറിയ അനിയനും പെണ്ണുങ്ങളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണ കുട്ടികൾ നല്ല കളിയാണ് കേട്ടോ. ഇവിടെ കൂടുതലും അർജൻറ്റീനൻ്റെ ഫാനാണ് കേട്ടോ ഉള്ളത്, കുട്ടികളായാലും വലിയവരായാലും കേട്ടോ. സച്ച് മുഖം പൊത്തി നടക്കണമെന്ന് വെച്ചാൽ ഓൻ മാത്രമുള്ള നെയ്മറിൻ്റെ കുപ്പായിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സാജിയും മുത്തുമോനും വന്നിക്കണം കേട്ടോ. പിന്നെ ഇതാ അവർ അർജൻറ്റീനൻ്റെ ഫാന് എല്ലാവരും ഇവിടെ കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ എന്തായാലും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറയാൻ കേട്ടോ. എന്നിട്ട് അവർക്ക് ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബീഫ് കറിയും പൊറാട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ പിന്നെ ഫൈനൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ടു. പിന്നെ അതാ ഏകദേശം സമയമൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കട്ടോ. നിലത്തൊക്കെ പായി വിരിച്ച് അവരങ്ങനെ അവിടെ കിടക്കണോണ്ട് ഞങ്ങളൊക്കെ ഇതാക്കണ ഈ ഒരു സോഫ സെറ്റും അങ്ങനെ ഇരുന്ന് കണ്ട് ഇങ്ങനെ കളി കാണുകയാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ എല്ലാവർക്കും നല്ലൊരു ആകാംക്ഷയാണ്. കാരണം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അർജൻറ്റീന കൊണ്ടുപോകുന്നതാണ് കേട്ടോ. പക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അർജൻറ്റീന കൊണ്ടുപോകില്ല എന്നുള്ളത് കേട്ടോ. അപ്പം നമ്മൾ സപ്പോർട്ട് ആക്കുന്നത് എന്താ വെച്ചാൽ സ്പെയിനെയാണ് കേട്ടോ. ഞാൻ റൊണാൾഡോയാണ്, പിന്നെ സച്ചുള്ളത് നെയ്മറും പിന്നെ സെലി ഉള്ളത് നെയ്മറാണ് കേട്ടോ. അപ്പം നമ്മൾ സപ്പോർട്ട് ആക്കണ സ്പെയിനിനെയാണ്. നമ്മൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ ഇത്രയും കൂടി ഇരുന്ന ആൾക്കാർ ചെറിയ പിഞ്ച് പൈതങ്ങൾ വരെ അർജൻറ്റീനയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്ര ആയാലും നമ്മൾ തന്നെ അത് പിന്നെ വിജയിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും നമ്മളെ പിന്നെ നല്ലോണം കടന്നാക്രമിക്കരുത്, നമ്മൾ ഒരിക്കലും അത് കൊണ്ടുപോകില്ല എന്നും പറഞ്ഞിട്ടോ. ആ ഒരു ആക്രമണത്തിനൊക്കെ തിരിച്ചടി കിട്ടിയിട്ട് അവർക്ക് എന്താ വെച്ചാൽ മെസ്സി ഒന്നും അടിച്ചില്ല കേട്ടോ. കാരണം സ്പെയിൻ തന്നെ കപ്പ് തൂക്കിട്ടോ. അപ്പോൾ ഏതാ ഞങ്ങൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും നമ്മൾ ആൾക്കാരൊക്കെ മുന്നേ പോയിട്ടുണ്ടായിരുന്നു. കൂടെ മെസ്സിയും പോയി. റൊണാൾഡോ അടിക്കണം എന്നൊരു നല്ലൊരാഗ്രഹം, അത് ഏതായാലും ഇല്ലാതായിപ്പോയി. അങ്ങനെ സ്പെയിൻ ഏതായാലും അടിച്ചു, അടിപൊളി.